नमस्ते मेरे प्यारे बच्चों, आप सबको मैं सहारा ഓൺലൈൻ ക്ലാസ് में स्वागत करती हूँ. ടീച്ചർ എൻ്റെ എല്ലാ മക്കളെയും സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ടീച്ചറിൻ്റെ ക്ലാസ് 10th സ്റ്റാൻഡേർഡിലെ 10ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താണ് പഠിച്ചിരുന്നത് എന്ന് ഒരു റീക്യാപ്പിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ടീച്ചർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ടീച്ചർ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം. കാരണം വളരെ കുറച്ച് മാത്രമേ ക്ലാസ് വരുന്നുള്ളൂ അല്ലേ? ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതി സമയം പോലും ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഓഫ്ലൈൻ ക്ലാസ് പോലെ കാണണം. അപ്പോൾ അത്രയും സമയം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കണം. അങ്ങനെ ഇരുന്ന് ക്ലാസ്സിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം അത് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടം, അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാൻ സാധിക്കൂ. എന്നാലേ നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് ടീച്ചറിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അത് ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, അതോടൊപ്പം ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റ് ടൈമിൽ എത്തുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടായാലും മടിയൊന്നും തോന്നേണ്ട, അത് കമൻറ്റ് ചെയ്യുക. ടീച്ചർ ആ ഒരു ഡൗട്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റീക്യാപ്പിലേക്കൊന്ന് പോകാം. എന്താണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സ്റ്റാർട്ടിങ് തന്നെ എന്താണ്? ഒരു യൂണിറ്റ്, ആ യൂണിറ്റിലൂടെ നാം ഒരു വികാരം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്, പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം? എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്നേഹം എന്ന വികാരം വേണം. അപ്പോൾ സ്നേഹമെന്ന ആ വികാരത്തെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പാഠ്യപദ്ധതിയുടെ ഉദ്ദേശം തന്നെ. അപ്പോൾ അതിനായി ആദ്യം നിങ്ങൾക്ക് ഒരു മനോഹരമായ കഥയാണ് വച്ചിരിക്കുന്നത്. കഥ എഴുതിയ കഹാനിക്കാർ പ്രഫാദാണ്. നാം പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ പ്രഫാദ് എഴുതിയ ബീർ ബഹൂട്ടി എന്ന ഒരു കഥയിലാണ് നാം, കഥയുടെ ഒരു തുടക്കത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ അവിടെ നാം കണ്ടു മുഖ്യ കഥാപാത്രങ്ങൾ ആരാണ്? ബേലയും സാഹിലുമാണ് അല്ലേ? ആ രണ്ട് കുട്ടികളെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. പക്ഷെ കഥയിൽ പറയുന്ന ബീർ ബഹൂട്ടി ആരാണ്? ചുവന്ന പ്രാണികൾ. നിങ്ങളിപ്പോൾ ഈ ഒരു ബ്രേക്കിൽ തന്നെ നിങ്ങൾ വീട്ടിലത് ഏതാണ് ആ പ്രാണി എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാണും എന്ന് ടീച്ചർ കരുതുന്നു. അപ്പോൾ ആ ഒരു പ്രാണികളാണ് ഈ കഥയുടെ പേരിൽ ശോഭിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാണികളെ, ഈ ജീവികളെ കാണാനായിട്ട്, ബീർബഹൂട്ടികളെ കാണാനായിട്ടാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? രാവിലെ ഒരല്പം നേരത്തെ വീടുകളിൽ നിന്നും ഇറങ്ങുന്നത് അല്ലേ? വീടുകളിൽ നിന്നും ഇറങ്ങി പോകുന്ന വഴിയിൽ വരമ്പിലൊക്കെ ഇരുന്ന് ഈ പ്രാണികളെ പെറുക്കുകയാണ് ഇവരുടെ ജോലി. അപ്പോൾ ഇവിടെ ആദ്യം കുറേ ഭാഗത്ത് പ്രകൃതിയെ വർണ്ണിക്കുന്നതാണ് അല്ലേ? ആ പ്രകൃതിയെ വർണ്ണിച്ച് വന്നതിന് ശേഷം അത് നേരെ കുട്ടികളിൽ എത്തുന്നു. ആ കുട്ടികളുടെ കാണിച്ചിരിക്കുന്ന ആ ചിത്രത്തെ തന്നെയാണ് അവിടെ പ്രതിപാദിക്കുന്ന. അവർ ഇരുന്നത് ആ ബീർബഹൂട്ടികളെ എടുക്കുന്നു. അപ്പോഴേക്കും ഫസ്റ്റ് ബെല്ലടിച്ച സൗണ്ട് കേട്ടു അല്ലേ? ആ ശബ്ദം കേട്ടപ്പോൾ അവർ പരസ്പരം ആ ശബ്ദം കേട്ടതിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നു. അപ്പോഴേക്കും സാഹിൽ എന്താണ് ഓർമ്മിപ്പിച്ചത്? സാഹിലിന്റെ പേനയിൽ എന്ത് നിറയ്ക്കണം? മഷി നിറയ്ക്കണം. അപ്പോൾ അടുത്ത ബെല്ലിന് മുമ്പ് അവർക്ക് എന്ത് ചെയ്യണം? ഷോപ്പിൽ ദുക്കാനിൽ കയറണം, പെന്നിൽ സ്യാഹി മഷി നിറയ്ക്കണം. അതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്കൂളിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇവിടെ ഒട്ടും ചിലവഴിക്കാൻ സമയമില്ല, നമുക്ക് സ്കൂളിലേക്ക് പോകാം എന്നൊരു ഓർമ്മയാണ് കൊടുത്തത് അല്ലേ? അവിടെയാണ് നാം എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ പാഠത്തിലേക്ക് വന്നില്ലേ? ടീച്ചറിന് കാണാൻ നിങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ഒരു കൗതുകമുണ്ട്. ഇനി മുന്നോട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇനി എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ടെക്സ്റ്റൊക്കെ എടുത്ത് ഒരു ഷാർപ്പൺ ചെയ്ത പെൻസിലൊക്കെ എടുത്ത് റെഡിയാവും. എന്നിട്ട് ഓപ്പൺ യുവർ ടെക്സ്റ്റ്. ओके बच्चों, आप तैयार हैं? शुरू करें. അപ്പോൾ ടീച്ചർ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് റീക്യാപ്പ് തന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു പേജാണ് നാം എടുത്തിട്ടുള്ളത്. അതിൻ്റെ റീക്യാപ്പ് ടീച്ചർ തന്നു.
അപ്പോൾ ഇന്ന് നമുക്ക് എത്രത്തോളം പഠിക്കാൻ സാധിക്കും, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അടുത്ത ഒരു പേജും അതിനടുത്ത പേജിലെ കുറച്ച് ഭാഗവും കൂടി ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ഭാഗം നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും കയ്യിലൊരു ഷാർപ്പൻ ചെയ്ത പെൻസിൽ എടുത്ത് വയ്ക്കുക. ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ അപ്പോൾ മീനിങ് എഴുതണം. കാരണം ടെക്സ്റ്റ് വായിക്കുന്ന ടൈമിൽ ശരിക്കും മീനിങ് മനസ്സിലാക്കി തന്നെ ടെക്സ്റ്റ് വായിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗം, ഓരോ ചെറിയ ചെറിയ പാരഗ്രാഫായിട്ട് ഒന്ന് വായിച്ച് മുന്നോട്ട് നീങ്ങാം. നോക്കൂ മക്കളെ, 1981 का साल 1981 का साल 1981 കാലഘട്ടം, 1981 അല്ലേ? അപ്പോൾ ശരിക്കും നിങ്ങൾ തന്നെ ചിന്തിക്കുക, വളരെ പിന്നാക്കമുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു കാലത്താണ് ഇവിടെ ബേലയും സാഹിലുമൊക്കെ ഉണ്ടായിരുന്നത്. അതെവിടെയാണ്? രാജസ്ഥാൻ में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂർ കെ നസ്ദീക്, ജയ്പൂരിൻ്റെ അടുത്ത്, നസ്ദീക് നാം നേരത്തെ ആ വേർഡ് പഠിച്ചിട്ടുണ്ട്, അടുത്ത്, നിയർ, അടുത്തുള്ള ഏത് ജംഗ്ഷനാണ്? ഫുലേര ജംഗ്ഷനാണ്. ആ ജംഗ്ഷനെ കുറിച്ചുള്ള കാര്യമാണ് ഇനി പറയുന്നത്. സവാരി ഗാഡിയോം, അതായത് യാത്രക്കാർ സഞ്ചരിക്കുന്ന, പാസഞ്ചേഴ്സ് സഞ്ചരിക്കുന്ന വണ്ടികളാലും, ഓർ മാൽഗാഡിയോം, ചരക്ക് വണ്ടികളാലും, അതായത് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്ന വണ്ടികളാലും, സദാ എപ്പോഴും, ഫര നിറഞ്ഞ, ഫുലേര ജംഗ്ഷൻ. അപ്പം നാം ബേലയും സാഹിലും ഒക്കെ ജീവിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പിക്ചർ കഹാനികാർ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നോക്കൂ, കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം. കസ്ബേക്ക് ലഗ്ഭഗ്, ടൗണിൻ്റെ അടുത്ത് ഏകദേശം, സൂനി തങ്ക് ഗലിയാം, ഇടുങ്ങി നിറഞ്ഞ തെരുവുകൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ജംഗ്ഷനെ കുറിച്ച് ഉള്ള ആ ഒരു വിവരണം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കും? ശരിക്കും നിറഞ്ഞിട്ടുള്ള ഇടുങ്ങിയ സ്ട്രീറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഉള്ള കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്, അതെല്ലാം വളരെ ഇടുങ്ങിയ കുറേ സ്ട്രീറ്റ്സ് ഇവിടെയുണ്ട്. ഗലിയോമേ ഖാമോഷ് ഖഡേ ബിജലി കെ ഖംബേ. അപ്പോൾ ഈ സ്ട്രീറ്റ്സിൽ, അതായത് ഇങ്ങനെ ഇടുങ്ങിയ തെരുവിലും ധാരാളം ആൾക്കാരുള്ള സ്ഥലമാണ് അല്ലേ? അവിടെ അതുപോലെ ബഹളമാണ്. ആ ബഹളത്തിനിടയ്ക്കും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഗലിയോമേം, ആ സ്ട്രീറ്റ്സിൽ, ഖാമോഷ്, അതായത് ഖാമോഷ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ട്, ഖഡേ നിൽക്കുന്ന, ബിജലി കെ ഖംബേ ഇലക്ട്രിക് പോസ്റ്റുകൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബാക്കി എല്ലാം ബഹളമാണ്, പക്ഷേ അവിടെ ആ സ്ട്രീറ്റിൽ ആകെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റുകളാണ്. ഖംബോം കെ ബീച്ച്, അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ബീച്ച് ഇടയിൽ എന്താണ്? ഖിഞ്ചി താരോം, ഇലക്ട്രിക് വയറുകൾ എന്തിട്ടുണ്ട്? ഇലക്ട്രിക് വയർ കി കതാരേം, കൂട്ടം, അതിൻ്റെ നിര. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ രണ്ട് പോസ്റ്റുകൾക്കിടയിൽ എന്താണ്? ഇലക്ട്രിക് ലൈൻസ് അല്ലേ? ലൈൻസ് വലിച്ചു കെട്ടിയിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കമ്പോം കെ ബീച്ച് കിഞ്ചി താരോം കി കതാരേം, അവിടെ ആ രണ്ട് പോസ്റ്റുകളുടെ ഇടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പിക്കൂട്ടങ്ങൾ, കമ്പിയുടെ നിരകൾ, അതാണ് പറയുന്നത്. ഖിഞ്ചി കെ ബീച്ച്, ഖിഞ്ചി വലിച്ചു കെട്ടിയ, താരോം ഇലക്ട്രിക് വയറുകളുടെ, കതാരേം നിരകൾ. ഇനി നോക്കൂ, ഇൻ ഗലിയോമേ ജഹാൻ തഹാൻ ദിഖായി പെടുത്തെ മീഠി കണ്ടിയാം ബജാത്തെ ഫേരി വാലി. ഇൻ ഗലിയോമേ, ഈ പറയുന്ന തെരുവുകളിലെല്ലാം, സ്ട്രീറ്റ്സിലെല്ലാം എന്ത് കാണാം? ജഹാൻ തഹ, എവിടെയും, ദിഖായി പെടുത്തെ കാണപ്പെടുന്നു, എന്താണ്? മീഠി കണ്ടിയാം ബജാത്തെ ഫേരി വാലി. നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വന്നാലും അങ്ങനെയാണ്, അവിടെയും ഇങ്ങനെയാണ്. അവരെന്ത് ചെയ്യും? അവരൊരു ഉന്തുവണ്ടിയോ കൈവണ്ടിയോ ഒക്കെ കൊണ്ട് നടക്കും, അതിലെപ്പോഴും ബെല്ലിട്ടേക്കും, മണി ഇട്ടേക്കും. ആ മണി ഇങ്ങനെ കിലുക്കിക്കൊണ്ട് അവർ നടക്കും. എന്തിനാണ്? അവരുടെ കച്ചവടം. അപ്പോൾ ആ ബെല്ല് കേൾക്കുമ്പോൾ വിൽപ്പനക്കാർ വന്നു എന്ന് മനസ്സിലാക്കും, ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന, മണി കിലുക്കി നടക്കുന്ന ആളുകൾ ഫേരിവാല, അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവരെപ്പോഴും ആ സ്ട്രീറ്റിൽ അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കഹാനികാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള അർത്ഥം നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാം. ഏക് അന്തേരീസി ഗലിമേ ചഹ് സാത്ത് ഗധോം കി ഖുരോം കി ടാപ്പോം കി ആവാസ്. ഏക് അന്ധേരീസി ഗലിമേ, ഒരു ഇടുങ്ങിയ, ഒരു ഇരുട്ട് മൂടിയ, ഒരു ഇരുണ്ട തെരുവിൽ, ആ ഒരു ഇരുണ്ട തെരുവിൽ നമുക്ക് എന്ത് കാണാം? ചഹ് സാത്ത്, 6 7, അതായത് 6 7, ഒത്തിരി,
ഗധോം, ഗധ എന്ന് പറഞ്ഞാൽ ഡോങ്കിയാണ് കേട്ടോ മക്കളെ. ഗധോം കി, കുരോം കി ടാപ്പ്, കുരോം കി ടാപ്പ് എന്ന് പറഞ്ഞാൽ കുളമ്പടി ശബ്ദം. അതിൻ്റെ കുളമ്പടി ശബ്ദം, കുളമ്പിൻ്റെ ശബ്ദം. അപ്പോൾ നോക്കൂ, ഇവിടെ അന്തേരീസി ഗലിമേ, ഒരു ഇരുണ്ട തെരുവിൽ എന്ത് ഉണ്ട്? ചഹ് സാത് ഗധോം കി കുരോം കി ടാപ്പോം കി ആവാസേം. അപ്പോൾ ഒരു ഇരുണ്ട തെരുവിൽ 6-7 കഴുതകൾ പോകുന്ന അതിൻ്റെ കുളമ്പടി ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോൾ കഴുതകൾ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, കഴുതകളാവുമ്പോൾ എന്തെങ്കിലും അവയുടെ ശരീരത്ത് എന്തെങ്കിലും ലഗേജ് കാണും അല്ലേ, കൂടെ ആളും കാണും അല്ലേ. അതിനെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. നോക്കൂ മക്കളെ, ചഹ് സാത് ഗധോം കി കുരോം കി ടാപ്പോം കി ആവാസേം, ആവാസ് നോയിസ് ശബ്ദം കേട്ടോ. കുരോം കി ടാപ്പ് കുളമ്പടി, ഗദ ഡോങ്കി. മനസ്സിലാക്കി പോകണം, ഏതെങ്കിലും വേർഡ് ഡൗട്ട് വരരുത് കേട്ടോ മക്കളെ. നോക്കൂ, ഉൻകെ പീച്ചെ, കിൻകെ പീച്ചെ, ആരുടെ പിന്നില്? ഈ കഴുതകളുടെ പിന്നിൽ. ചൽത്ത നടക്കുന്ന, ഏക ബദൻ ഉഖാഡെ കുമാർ. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ കഴുതയുടെ പിന്നിലൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. അത് ആരാണ്? കുംഹാർ എന്ന് എഴുതിയിട്ടുണ്ട്, കുമാർ കേട്ടോ. കുംഹാർ. അപ്പോൾ കുംഹാർ എന്ന് പറഞ്ഞാൽ പോട്ടറാണ് കേട്ടോ. കുശവന്മാർ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ക്ലേ കൊണ്ടൊക്കെ, മണ്ണ് കൊണ്ട് ഓരോ ഇതുണ്ടാക്കുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്യും? മണ്ണ് കൊണ്ട് ഓരോന്നുണ്ടാക്കിയതിന് ശേഷം അതിന് ഈ കഴുതയുടെ പുറത്ത് വെച്ച് അവർ ടൗണിലേക്കോ മറ്റോ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നവരെന്ത് ചെയ്യും? ബദൻ ഉഖാഡെ എന്ന് പറഞ്ഞാൽ കഴുത ഇങ്ങനെ മുമ്പേ പോകും, അവർ പിന്നിലേക്ക് ശബ്ദം ഉണ്ടാക്കാതെ സൈലൻ്റ് ആയിട്ടാണോ പോകുന്നത്? അല്ല, അവരെന്ത് ചെയ്യും? ബദൻ ഉഖാഡെ, അവരുടെ മുഖത്തോട് ഉഖാഡെ, കോലാഹലം, ബഹളം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർ ഇതിനെ മുമ്പേ പോകുന്ന കഴുതകളെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു ബഹളവും നമുക്കിവിടെ കേൾക്കാം. അപ്പോൾ കുളമ്പടി ശബ്ദത്തോടൊപ്പം ഈ കുംഹാറിൻ്റെ എന്താണ് സൗണ്ടും അവരുടെ കോലാഹലവും നമുക്ക് കേൾക്കാം. ഇസി ദൃശ്യക്കെ ബീച്ച്. അപ്പം നിങ്ങൾ ഇത്രയും കണ്ട ഈ ദൃശ്യം, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പിക്ചർ എത്തി. ഈ ദൃശ്യക്കെ ബീച്ച്, ഈ ദൃശ്യങ്ങൾക്ക് നടുവിലൂടെ ഗുസർത്തേ ഹുയേ ദോ സ്കൂളി ബെച്ചേ, അതിനിടയിലൂടെ ഗുസർത്തേ ഹുയേ കടന്നു പോകുന്ന 2 സ്കൂളി ബെച്ചേ, 2 സ്റ്റുഡൻസ്, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ. അവരാരൊക്കെയാണ്? ബേല ഓർ സാഹിൽ. അപ്പോൾ വരമ്പിൽ നിന്നും ടൗണിലേക്ക് ഇറങ്ങിയ കുട്ടികൾ നടന്നു പോകുന്ന തെരുവിനെ കുറിച്ചുള്ള വർണ്ണനയായിരുന്നു ഇത്രയും നേരം. അപ്പോൾ ഈ വർണ്ണനയിലൂടെ കുട്ടികൾ ഏതു ഭാഗത്തൂടെയാണ് നടന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടോ, ഉൻ ദിനോ പെൻമേ 5 പൈസേമേ നീലി സ്യാഹി ഫരി ജാത്തി थी. ഉൻ ദിനോം, അന്നത്തെ കാലത്ത്, അന്നത്തെ നാളുകളിൽ, പെൻമേം പേനയിൽ, 5 പൈസ 5 പൈസയ്ക്ക്, 5 പൈസയ്ക്ക് നീലി സാഹി, നീലി എന്ന് പറഞ്ഞാൽ നീല കളർ കേട്ടോ മക്കളെ, നീല കളറിലെ മഷി, ഫരി ജാത്തി थी, നിറച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കൊച്ചുങ്ങൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത് കുട്ടികളെ? നമുക്ക് സാഹിൽ പറഞ്ഞു, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പോകുന്ന വഴിക്ക് കടയിൽ നിന്നും 5 പൈസയ്ക്ക് പേനയിൽ മഷി വാങ്ങി നിറച്ചു കൊണ്ട് പോകുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ, അപ്പോൾ സ്റ്റേഷനറി കടയിലെ കടക്കാരൻ എന്ത് ചെയ്തു? ഡ്രോപ്പർ സേ പെൻമേ സ്യാഹി ഭർത്തേ ഥേ. അപ്പോൾ സ്റ്റേഷനറി കടയിൽ, അപ്പോൾ സ്റ്റേഷനറി ഷോപ്പിലെ ദൂക്കാൻദാർ മഷി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിങ്ങൾക്ക് തന്നെ ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ച് മഷി ഒഴിക്കാൻ പറ്റില്ല, ഒരിക്കലുമില്ല. അപ്പം മഷി നിങ്ങൾ എടുക്കുന്ന ഡ്രോപ്പർ നിങ്ങൾക്കറിയാമല്ലോ, ഡ്രോപ്പർ വെച്ച് കുറേശ്ശെ ഇറ്റിച്ച പേനയ്ക്കകത്ത് ഒഴിക്കും. അപ്പോൾ അങ്ങനെ ഡ്രോപ്പർ വെച്ച് കടക്കാരൻ 5 പൈസ വാങ്ങിയിട്ട് ഒരു പേനയിൽ മഷി നിറച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ ഒരു കാലത്താണ് കുട്ടികൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം വരെ നിർത്തി ടീച്ചർ ഒന്ന് വായിക്കാൻ, ടീച്ചറിൻ്റെ കൂടെ മാക്സിമം നിങ്ങളൂടെ വായിക്കാൻ ശ്രമിക്കുക. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभों के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी खंडियाँ बजाते फेरी वाले. एक अंधेरी सी गली में
छह सात गधों की खुरों की टापों की आवाज़ें, उनके पीछे चलता एक बदन उखाड़े कुम्हार। इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे, बेला और साहिल। उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी। स्टेशनरी की दुकान वाले ഡ്രോപ്പർ से പെൻ में സ്യാഹി ഭർത്തേ थे. ഇത് ഡ്രോപ്പർ ആണ് കേട്ടോ മക്കളെ, ഇംഗ്ലീഷ് വേർഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. നോക്കൂ, പിന്നെ എന്താ സംഭവിച്ചത്? പെൻമേ കുച്ച് സ്യാഹി ബചീത്തി, പേനയിൽ, പേന അപ്പോൾ ഫുള്ളായിട്ട് മഷി തീർന്നിട്ടില്ല കേട്ടോ. പേനയിൽ കുച്ച് കുറച്ച് സ്യാഹി മഷി ബചീത്തി അവശേഷിച്ചിരുന്നു. അതായത് പെന്നിൽ ബാക്കി കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഉസേ, ഉസേ മാനെ കിസേ, ഉസ് സ്യാഹിക്കോ, ആ മഷിയെ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. സാധാരണ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളാണല്ലേ, കുട്ടികൾ കാണിക്കുന്ന സ്വഭാവം നമുക്ക് തന്നെ അറിയാം. അവൻ എന്ത് ചെയ്തു? ആ ബാക്കിയിരുന്ന മഷിയോട് എന്ത് ചെയ്തു? ആ ജമീൻ പർ, ജമീൻ ഫ്ലോറിൽ, തറയിൽ, ജിഡക് ദിയ, ജിഡക് ദിയ എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളഞ്ഞു, അങ്ങ് ഒഴുക്കി കളഞ്ഞു. അവനെ എന്ത് ചെയ്തു? അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തു. കാരണം ഇനി എനിക്ക് മഷി വാങ്ങിക്കാൻ പോകാനുള്ളതല്ലേ. ഇപ്പോൾ കുട്ടികൾ അങ്ങനെയാണ്, ബാക്കി വല്ലതും ഇനി പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ പഴയതും കളയില്ല. അതേപോലെ അവനും അത് തന്നെയാണ് ചെയ്തത്. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. नई स्याही, ഇനി പുതിയ മഷി, ഫർവാനയ്ക്ക്, അതായത് ഫർവാന നിറയ്ക്കുക, നിറയ്ക്കുവാൻ വേണ്ടി, കെലിയെ ദോനോം രണ്ടുപേരും, ദൂക്കാൻ പർ പഹുഞ്ചെ കടയിൽ എത്തിച്ചേർന്നു. അപ്പം മഷി നിറയ്ക്കാനായി കുട്ടികൾ എന്ത് ചെയ്തു? ബാക്കിയിരുന്ന മഷിയൊക്കെ സാഹിൽ എന്ത് ചെയ്തു? കുടഞ്ഞു കളഞ്ഞിട്ട് നേരെ കടക്കാരൻ്റെ കടയിലേക്ക് നീങ്ങി. എന്തിനായിട്ട്? പുതിയ മഷി നിറയ്ക്കാനായിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞത് നോക്കൂ മക്കളെ, ഡബിൾ കൊട്ടേഷൻ ഉണ്ട്, കുട്ടി പറയുന്നതാണ്. ഏക്ക് പെൻ സ്യാഹി പർദോ, ഒരു പേന മഷി നിറച്ചു തരൂ. അപ്പോൾ ഏക്ക് പെൻ, ഒരു പേനയിൽ, ഈ പേന കാണിച്ചുകൊണ്ടാണ് കുട്ടി പറയുന്നത് എന്ത് ചെയ്യാൻ? മഷി നിറച്ചു തരൂ എന്ന് പറഞ്ഞു. സാഹിൽ സെ പഹ്ലെ ഹി ബേലാനെ ദുക്കാൻ വാലേ സെ കഹാ. അപ്പോൾ സാഹിൽ സെ പഹലെ, സാഹിലിനാണ് മഷി നിറയ്ക്കേണ്ടത്. പക്ഷേ സാഹിൽ സെ പഹലെ, സാഹിൽ അത് വാ തുറന്ന് പറയുന്നതിന് മുൻപ്, പഹലെ അതിന് മുൻപ് ഫസ്റ്റിൽ ആര് പറഞ്ഞു? ബേലാനെ ദുക്കാൻ വാലേ സെ കഹാ. സാഹിൽ വായൊക്കെ തുറന്ന് വരുന്നതിന് മുമ്പേ സാഹിൽ, അത്ര അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റേതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം സാഹിലിനാണ് ആവശ്യമെങ്കിൽ പോലും അത് ആദ്യമേ ദുക്കാൻദാർ, ഷോപ്പ് കീപ്പറോട് പറയുന്നത് ബേലയാണ്. ബേല പറയുന്നു ഏക്ക് പെൻ സ്യാഹി പർദോ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ദുക്കാൻദാരുടെ മറുപടി എന്താണ്? ബേഠ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. ബേഠ, ബേഠ എന്നും മകനെ അല്ലെങ്കിൽ കുട്ടികളെ, എന്താണ്? സ്യാഹി കി ബോത്തൽ, മഷിക്കുപ്പി, അഭി അഭി ഇപ്പോൾ, ഖാലി ഹോ ഗയി ഹെ, ഇപ്പോഴങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. എന്ത് കഷ്ടം! അവൻ്റെ പേനയിലേക്ക് മഷി നിറയ്ക്കാൻ ചോദിച്ചപ്പോഴേക്കും ഷോപ്പ് കീപ്പർ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുള്ള മഷി വെച്ചിരിക്കുന്ന ബോത്തൽ ബോട്ടിൽ ഇപ്പോൾ ഫിനിഷ് ആയതേ ഉള്ളൂ, ഇപ്പോൾ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ, ഇപ്പോൾ അത് തീർന്നിരിക്കുന്നു എന്ന്. അബ്തോ കൽഹി മിൽപ്പായേഗി. അബ്തോ മാനി ഇനി, കൽഹി, കൽ ഇവിടെ യെസ്റ്റർഡേയും ടുമാറോ ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് ടുമാറോയിലാണ് പറയുന്നത് അല്ലേ. നാളെയേ കിട്ടുകയുള്ളൂ. അപ്പം മഷി ഇന്നിനിപ്പം എടുക്കാൻ സാധിക്കില്ല, നാളെ മഷി വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുട്ടികളുടെ മറുപടി എന്താണ്? ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി ഥി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ, ബേല ബോലി. വീണ്ടും ബേലയാണ് പറയുന്നത്. എന്താ ബേല പറഞ്ഞത്? ലേക്കിൻ, ബട്ട്, എന്നാൽ, ഇസ്നെ ഇവൻ എന്ത് ചെയ്തു? പെൻമേം ജോ സ്യാഹി തി, പേനയിൽ ഇത്തിരി മഷി ഉണ്ടായിരുന്ന, ആ ഉണ്ടായിരുന്ന മഷിയെ സെമീൻ പർ ചിടക് ദിയ. ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി തി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ. എന്നാൽ ഇവനാണെങ്കിൽ എന്താ ചെയ്തത്? പേനയിലൊരു അല്പം മഷി ഉണ്ടായിരുന്നത് കൂടി തറയിൽ കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു.
അപ്പോൾ ശരിക്കും മഷി കളഞ്ഞത് സാഹിലാണെങ്കിലും ഇപ്പം സാഹിലിന് മഷി കിട്ടാത്തതിലുള്ള പ്രയാസമാണ് ബേലയുടെ ഈ ശബ്ദത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ശരിക്കും ആ കുട്ടി മഷി കളഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ശരിക്കും ടെൻഷൻ ബേലയ്ക്കാണുള്ളത്. അപ്പോൾ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ നാം കാണുന്നത്. നോക്കൂ മക്കളെ, അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. बादल को देखकर खड़े को नहीं ठुलाना चाहिए. बादल को देखकर, ബാദൽ, ബാദൽ മാനെ മേഘം, മേഘത്തെ കണ്ടുകൊണ്ട് ഖടേക്കോ നഹീം ഠുലാന ചാഹിയെ, മേഘത്തെ കണ്ടുകൊണ്ട് നാം എന്ത് ചെയ്യരുത്, കുടത്തിൽ, ഖടാമാനെ കുടം, ഖട കുടം, ആ കുടത്തിലിരിക്കുന്ന വെള്ളം ഒഴുക്കി കളയാൻ പാടില്ല എന്ന് ദുക്കാൻദാർ പറയുകയാണ്. അപ്പോൾ ആ ദുക്കാൻദാർ ഭയ്യാനെ കഹ ഓർ പൂച്ച. നോക്കൂ മക്കളെ, ശരിക്കും അതൊരു ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഒന്ന് നമ്മുടെ കയ്യിലെത്തുന്ന മുമ്പ് കയ്യിലുള്ളതിനെ നാം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ കയ്യിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കയ്യിലുള്ളതിനെ നഷ്ടപ്പെടുത്താവൂ. കാരണം ഒന്നും അത് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു കാര്യങ്ങളും നാം ചെയ്യാൻ പാടില്ല എന്ന് ദുക്കാൻദാർ ഈ ഒരു കാര്യത്തിലൂടെ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാദൽ കോ ദേഖ്കർ കടേ കോ നഹീം ഠുലാന ചാഹിയെ. നോക്കൂ മക്കളെ, അത് കണ്ട, ബാദൽ കോ ദേഖ്കർ ഖടേ കോ നഹീം ഠുലാന ചാഹിയെ, ദുക്കാൻദാറിനെ ഐസാ ക്യോം കഹ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്ന്. ഓക്കെ, അതേ ഉള്ള ഏത് സന്ദർഭത്തിലാണ് നമ്മുടെ ഷോപ്പ് കീപ്പർ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് പിന്നെ ടീച്ചർ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇപ്പം നിങ്ങൾക്കത് കാര്യം മനസ്സിലായല്ലോ. ആകെ ദേഖിയെ, ഇനി നോക്കിക്കോളൂ. കോൻ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, ഷോപ്പ് കീപ്പറായ സഹോദരൻ പറഞ്ഞു. ഓർ പൂച്ച, എന്നിട്ട് പൂച്ച, പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ച അടിച്ചെന്നാണോ? അല്ല, ഒന്ന് ചോദിച്ചു അല്ലേ. തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഷോപ്പ് കീപ്പർ എന്താണ് ചോദിച്ചത്? കോൻസി മേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? അപ്പോൾ ഷോപ്പ് കീപ്പർ ഇത്രയും കുട്ടികൾ അവരോടൊപ്പം സംസാരിച്ചപ്പോൾ ശരിക്കും അവരുമായിട്ടൊരു കുശലാന്വേഷണം നടത്തുകയാണ്. കോൻസി മേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുന്നത്? പാഞ്ചിവി മേം, 5ാം ക്ലാസ്സിൽ. അപ്പോൾ ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞു 10ാം ക്ലാസ്സിൽ എന്നൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നൊക്കെ അവർ പറഞ്ഞല്ലേ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ടീച്ചറിന് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, 5ാം ക്ലാസ്സിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് നാം വന്ന് വേണം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 5ാം ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഇവർ അല്ലേ. അവർ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഐസേ ബുരേ മനസേ ബത്തായ ജൈസേ പാഞ്ചിവി മേം പഠിന പാബു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ സാഹിലിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല കേട്ടോ. അതെന്താണെന്ന് നമുക്ക് പിന്നെ വരും ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകും. പാഞ്ചിവി മേം എന്ന് 5ാം ക്ലാസ്സിൽ എന്നിൽ 5ൽ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ സാഹിലിനെ ഐസേ ബുരേമൻ എന്ന് പറഞ്ഞാൽ ചീത്ത മനസ്സോടുകൂടി, അതായത് വളരെ നിരാശയോടുകൂടി വിഷമത്തോടുകൂടിയാണ് കുട്ടി അത് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ ആ ഒരു പറച്ചിൽ 5ൽ എന്ന് കുട്ടി പറയുമ്പോൾ ആ പറയുന്നത് കേട്ടാൽ നമുക്ക് എന്ത് തോന്നും? പാഞ്ചിവിയമേം പഠിന പാപുഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ പാപമാണ് എന്ന് നമുക്ക് തോന്നും. ആ ഒരു മുഖഭാവത്തോടു കൂടിയാണ് കുട്ടി ഇതിന് മറുപടി കൊടുത്തത്. അപ്പോൾ ആ ഒരു മുഖഭാവം കുട്ടിക്ക് വന്നത് എന്താണെന്ന് ഈ പാഠം ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് നന്ന്. ദോനോ, രണ്ടുപേരും, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. അപ്പോൾ ഇത് കേട്ടപ്പോൾ വീണ്ടും ദുക്കാൻ വാലെ ഷോപ്പ് കീപ്പർ ചോദിച്ചു, ദോനും, രണ്ടുപേരും? ഉടനെ വീണ്ടും മറുപടി വന്നു, ഹാം ദോനോം, और हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. ദോനും, ആ രണ്ടുപേരും. അപ്പം ഇത് ബേലയാണ് പറഞ്ഞത് കേട്ടോ മക്കളെ. ആ രണ്ടുപേരും, ഓർ ഹം ദോനും കാ സെക്ഷൻ ബി ഏക് ഹി ഹെ. ഏതാണ്? യേ, ഹം ദോനും കാ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ എന്താ മക്കളെ? ഡിവിഷൻ. ക്ലാസ്സിൽ പോകുന്ന നമുക്കറിയാം 5ാം ക്ലാസ് ആണ്, ABC പല ഡിവിഷൻ കാണും അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടി പറയുകയാണ് നമ്മുടെ രണ്ടുപേരുടെയും സെക്ഷൻ ബി ഏക് ഹി ഹെ, രണ്ടുപേരുടെയും സെക്ഷൻ ഡിവിഷനും ഒന്നാണ്. എന്നിട്ട് ഡിവിഷൻ പറയുകയാണ്. എന്താണ് ഡിവിഷൻ? എ ആണ് ഡിവിഷൻ. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ, ബേല അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. ജൈസെ, എത്രത്തോളം?
ये कोई बहुत बड़ी बात हो, ഇതെന്തോ വലിയ കാര്യം കണക്കാണ് കുട്ടി അവിടെ ബേല ഇക്കാര്യം ഷോപ്പ് കീപ്പറോട് പറഞ്ഞത്. അപ്പം അത്ര സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്, ഒരു ഡിവിഷനിലാണെന്ന് ബേല പറയുന്നത്. നോക്കൂ മക്കളെ. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया. बेला बोली. बादल को देखकर खड़े को नहीं ठुलाना चाहिए, दुकान वाले भैया ने कहा और पूछा. कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों? दुकान वाले भैया ने कहा. हाँ, दोनों, और हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. ഇനി കുട്ടികൾ ക്ലാസ്സിൽ ചെന്നിട്ടുള്ള കാര്യമാണ്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിലും കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇതിൽ ശരിക്കും കാണുന്നത്. അവരുടെ തമ്മിലുള്ള ആ ഒരു സ്നേഹം. ക്ലാസ്സിലും കുട്ടികൾ പാസ് പാസ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. കാപ്പി മേം കാം കർത്തെ തോ ദോനും കാപ്പി മേം കാം കർത്തെ थे. കാപ്പി മനെ കോപ്പി, അതായത് വർക്കുകൾ എന്തെങ്കിലും കോപ്പി എഴുതുകയാണെങ്കിൽ, കോപ്പിയാണ് എഴുതുന്നതെങ്കിൽ ദോനും കോപ്പിമേം കാം കർത്തെ. ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യും? ആ കോപ്പി തന്നെ ചെയ്യും. അത്രയ്ക്ക് സാദൃശ്യമാണ് അവർ രണ്ടുപേരും. ഒരേ പ്രവൃത്തി തന്നെ അവർ ചെയ്യുമെന്നും അവരുടെ മനസ്സിൻ്റെ ഐക്യതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിതാബ് പഠിത്തേത്തോ ദോനും കിതാബ് പഠിത്തേ. ബുക്ക് വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ബുക്ക് വായിക്കും. ബൽക്കി പാട് ഭി ഏക് ഹി പഠിത്തേ. എന്നാൽ അവിടെയും തീർന്നില്ല. എന്താണ് പാട്? ബുക്ക് വായിക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ വായിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പാഠവും എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ഒരാൾ വായിക്കുന്ന പാഠം തന്നെയായിരിക്കും മറ്റേയാളും വായിക്കുന്നത്. സാഹിൽ ചമക്കൂടി സൻ 57 ഓ തൽവാർ പുരാനീത്തി. അപ്പോൾ സാഹിൽ വായിക്കുന്ന എന്താണ് സാഹിൽ വായിക്കുന്നതാണ് അവിടെ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ മക്കളെ. ഇൻവേർഷൻ കാണുമ്പോൾ ചമക്കൂടി സൻ 57 ഓ തൽവാർ പുരാനീതി. അപ്പോൾ അതൊരു കവിതയാണ്. നമ്മുടെ ഝാൻസി റാണിയുടെ ശവകുടീരത്തെക്കുറിച്ചും ഒക്കെ വളരെ മനോഹരമായ ഒരു കവിത നമ്മുടെ കവി സുഭദ്രാകുമാരി ചൗഹാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, കവയിത്രി. അപ്പോൾ ആ സുഭദ്രാകുമാരി ചൗഹാൻ്റെ ഒരു മനോഹരമായ കവിതയുണ്ട്. ആ കവിതയിലുള്ള വരികളാണിത്. അപ്പോൾ ആ ഒരു കവിത അവർക്ക് പഠിക്കാൻ അന്ന് കാണും. അപ്പോൾ ആ കവിതയാണ് നമ്മുടെ സാഹിൽ വായിക്കുന്നതെങ്കിൽ എന്താണ്? പഠിത്താത്തോ ബേലാഭി ചമക്കൂടി സൻ 57 വോ തൽവാർ പുരാനി ഥി പഠിത്തി ഥി. അപ്പോൾ ഇവിടെ കവിതയ്ക്കല്ല പ്രാധാന്യം. കുട്ടി സാഹിൽ ഏത് വരിയാണോ വായിക്കുന്ന അതേ വരി തന്നെ ബേലയും വായിക്കും. അപ്പോൾ അത്രയ്ക്ക് അവർ തമ്മിലുള്ള ബന്ധം, കൂട്ടുകെട്ട് അത്രത്തോളം ദൃഢമാണെന്നർത്ഥം. ബേല കഹത്തി ബെഹൻജി പാനി പീനെ ചലി ജാവും. ബേല പറയുകയാണ്, ആ സഹോദരി നമുക്ക് വെള്ളം കുടിക്കാൻ പോകാമോ എന്ന് ചോദിച്ചാൽ സാഹിൽ ഫി കഹത്ത. സാഹിലും അപ്പോൾ ഫ്രണ്ട് കൂടെ ഇരിക്കുന്ന കുട്ടികളോട് നമുക്ക് വെള്ളം കുടിക്കാൻ പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിൽ ഫി കഹത്ത. അതുപോലെ സാഹിലും പറയും ബെഹൻജി പാനി പീനെ ചലാ ജാവും. നമുക്ക് വെള്ളം കുടിക്കാൻ പോകാമോ എന്ന് നമ്മുടെ സാഹിലും ചോദിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് പരസ്പരം, അത്രത്തോളം ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അടൂട്ട് മിത്രാണ്. അത്രയ്ക്ക് നമ്മളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് കഹാനിക്കാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാഠിന്യം മനസ്സിലായി കാണും അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഗണിത് കെ മാസ്താബ് സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽ കണ്ടി കെ ബാദ് ആതാ ഥാ. ഗണിത് കെ മാസ്താബ്. അപ്പോൾ ഗണിതാധ്യാപകനായ സുരേന്ദർജിയുടെ പീരിയഡ്. അപ്പോൾ ഗണിതാധ്യാപകനാണ് സുരേന്ദർജിയുടെ പീരിയഡ്
ഖേൽഖണ്ഡി കെ ബാദ് ആതാ ഥാ. ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് പീരിയഡൊക്കെ കാണും അല്ലേ സ്കൂളുകളിൽ, PT പീരിയഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു അവറിന് ശേഷം, ആ ഒരു പീരിയഡിന് ശേഷം എപ്പോഴും ഗണിത ക്ലാസ്സാണ്, മാത്സിൻ്റെ ക്ലാസ്സാണ്. അത് സുരേന്ദ്രജിയുടേതാണ്. ബെച്ചെ ഉൻസെ കാംതേ ഥേ. കുട്ടികൾ അദ്ദേഹം എന്ന് കേൾക്കുമ്പോൾ കാംതേ ഥേ, വിറയ്ക്കുമായിരുന്നു, അത്രയ്ക്ക് പേടിയായിരുന്നു. ഓർ ഖേൽഖണ്ഡി ബന്ധു ഹോനേസെ. ആ പേടി എന്നതൊക്കെ തന്നെ, ആ പേടിയുടെ അടയാളം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? ഖേൽഖണ്ഡി ബന്ധു ഹോനേസെ. ഇപ്പോൾ സ്പോർട്സ് പീരീഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാക്സിമം കളിക്കാൻ നോക്കും. പക്ഷേ ഇവിടെ ഈ ഒരു അവറാണ്, ഈ ഒരു പീരീഡാണ് പിന്നെ എന്നുള്ളത് കുട്ടികൾക്ക് അറിയാമെന്നതും കൊണ്ടും ആ സാറിനെ പേടിയായതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും? 2 മിനിറ്റ് പകലെ ആദ്യമേ അപ്പിനി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തേ. 2 മിനിറ്റ് മുമ്പേ അവർ കളിയൊക്കെ നിർത്തി ഓടി ക്ലാസ്സിൽ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ അധ്യാപകനെ കുട്ടികൾ എത്രത്തോളം ഭയന്നിരുന്നു എന്ന്. അപ്പോൾ ശരിക്കും ഗണിതാധ്യാപകനെ കുട്ടികൾക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള അവറാണ് നമ്മുടെ ഗണിതം പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? 2 മിനിറ്റ് മുമ്പേ കളിയൊക്കെ നിർത്തിവെച്ച് നേരെ വന്ന് ക്ലാസ്സിൽ വന്ന് അറ്റൻഷനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒന്ന് വായിക്കൂ. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उड़ी सन 57 में, वो तलवार पुरानी थी. पढ़ता तो बेला भी चमक उड़ी सन 57 में, वो तलवार पुरानी थी. पढ़ती थी. बेला कहती, बहन जी पानी पीने चली जाओ. साहिल भी कहता, बहन जी पानी पीने चला जाऊं. गणित के मास्टर सुरेंद्र जी का पीरियड खेलखंडी के बाद आता था. बच्चे उनसे कामते थे और खेलखंडी बंद होने से 2 മിനിറ്റ്, ബന്ധു ഹോന ഖേൽഖണ്ഡി അവസാനിക്കുന്ന, സ്പോർട്സ് പീരിയഡ് അവസാനിക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് പഹലെ ഹി അപ്പിനി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തേ ഥേ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. सुरेंद्र जी मासाब इसी पीरियड में काम भी जांचते थे. അപ്പോൾ നമ്മുടെ സുരേന്ദർജി മാസാബ്, അദ്ദേഹം സുരേന്ദർജി വന്നു ഈ പീരിയഡിൽ എന്ത് ചെയ്യുന്നു? കോപ്പി ജാഞ്ചത്തെ ഥേ. കോപ്പി മാനെ വർക്ക്. അപ്പോൾ എന്തെങ്കിലും വർക്ക് കൊടുത്തതിനെ കുറിച്ച് ജാഞ്ചിനെ ചെക്ക് ചെയ്യുക, ആ വർക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ജരാസി ഗലത്തി പർ ബച്ചോം കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ ഥേ. ചെറിയ തെറ്റുകൾ, കുട്ടികൾക്ക് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും. ആ ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികളെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഇധർ ഉധർ ഫേങ്ക് ദേത്തേ ഥേ. അവിടെയും ഇവിടെയും വലിച്ചെറിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പിടിച്ചു നീക്കി നിർത്തുമായിരുന്നു. യാ ചാപ്പട്ട് മാർനെ ലഗത്തേ ഥേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ തല്ലുമായിരുന്നു. നല്ല കൈവീശി നല്ല തല്ല് കൊടുക്കുക, അയ്യോ കമ്പോ വെച്ച് തല്ലുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്കനാ ഭൂൽ ജാത്താ ഥാ. അപ്പം ശരിക്കും ഈ ഒരു ഭാഗത്തിൽ നിന്നും ആ ഒരു അധ്യാപകനെ കുറിച്ചുള്ള ശരിക്കും ഒരു പിക്ചർ നിങ്ങളിലേക്ക് എത്തുകയാണ്. വളരെ ദേഷ്യമുള്ളതും ഉപദ്രവിക്കുന്ന രീതിയിലുമുള്ള ഒരു മാത്സ് അധ്യാപകൻ. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? വർക്കുകളൊക്കെ കുട്ടികൾ ഫിനിഷാക്കിയില്ലെങ്കിൽ കുട്ടികളെ അവിടെയും ഇവിടെയും പിടിച്ച് വലിച്ചു നിർത്തുകയും അവരെ തല്ലുകയും. അതുപോലെ അദ്ദേഹത്തിനുള്ള പ്രത്യേകത, ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്ത, അടി തുടങ്ങിക്കഴിഞ്ഞാൽ തൊരുക്കിനാ ഫൂൽ ജാത്താത്ത, അദ്ദേഹത്തിൻ്റെ കൈ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൈ എന്ത് ചെയ്യും? അടി നിർത്താൻ മറന്നുപോകും. അപ്പോൾ ശരിക്കും ഉപദ്രവിക്കാൻ, ശിക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു അധ്യാപകനായിരുന്നു എന്ന് ചുരുക്കാം. ഇനി നോക്കൂ മക്കളെ. ഏക് ദിൻ സുരേന്ദർ ജി മാസാബ് നെ ബേല കെ ബാലോ മേ പഞ്ച ഫസായ. ഒരു ദിവസം സുരേന്ദർജി മാസാബ് എന്ത് ചെയ്തു? ബേല കെ ബാലോ മേ, ബേലയുടെ ബാൽ തലമുടിയിൽ പഞ്ച ഫസായ. പഞ്ചാമാനെ നമ്മുടെ കൈപ്പത്തി എന്ത് ചെയ്തു? കൈ എന്ത് ചെയ്തു? അകത്തോട്ടിട്ട് വലിച്ചു പിടിച്ചു. അതായത് നിങ്ങൾക്കറിയാം, ബേലയെ നിങ്ങളിവിടെ ചിത്രത്തിൽ കണ്ടു അല്ലേ? 2 വശമൊക്കെ കെട്ടി റിബണൊക്കെ വെച്ച് കെട്ടി മനോഹരമായി കെട്ടിയാണ് കുട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ കുട്ടിയുടെ
തലമുടിക്കെട്ടിൽ അദ്ദേഹം വലിച്ചു പിടിച്ചു എന്നാണ് ഈ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത്, ചെറിയ എന്തോ തെറ്റിന്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. അപ്പം നോക്കൂ മക്കളെ, അത് സാറിന് തന്നെ പറ്റിയൊരു മിസ്റ്റേക്ക് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. പർ ഷായദ് ജിസ് ഗലത്തി കോ പാക്കർ, പർ ഷായദ് ഒരു പക്ഷേ, ഏത് തെറ്റ് കണ്ടിട്ടാണോ, ജിസ് ഗലത്തി കോ പാക്കർ ഏത് തെറ്റ് കണ്ടിട്ട് ആണോ, വേ അദ്ദേഹം, ഉസ്കെ ബാൽ കിസ്കെ ബാൽ, ബേലക്കെ ബാൽ ബേലയുടെ തലമുടി, പകഡ്കർ ഫേങ്കിനെ വാലത്ത് തലമുടി വലിച്ചു പിടിച്ചത്, വ ഗലത്തി തി ഹി നഹി അത് തെറ്റായിരുന്നില്ല. അപ്പോൾ അത് ബൈ മിസ്റ്റേക്കിൽ പറ്റിയതാണ്. അപ്പോൾ ആ കുട്ടി ആ തെറ്റ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഇല്ലായിരുന്നു. പക്ഷേ സാറിന് ഒരു അബദ്ധം പറ്റിയാണ് കുട്ടിയെ തലമുടിയിൽ വലിച്ചു പിടിച്ചത്. ഉന്നോനെ ബേലാക്കോ ചോട് ദിയ, അവൻ എന്ത് ചെയ്തു, അദ്ദേഹം ബേലയിൽ തലമുടിയിൽ വലിച്ചു പിടിച്ചു. പക്ഷെ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ തെറ്റ് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ കൈ വിട്ടു. അപ്പോൾ ബേലാക്കോ ചോട് ദിയ, ബേലയുടെ തലമുടിയിൽ നിന്നും കൈയെടുത്തു. ബേലാക്കെ ഫൈഫീദ് ചെഹരെ, പക്ഷേ കുട്ടി അപ്പോഴും 5ൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ, കുട്ടി ഒന്നാമത് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയമാണ്. അപ്പോൾ ബേലയ്ക്ക് ഇതുവരെ ശിക്ഷ കാണില്ല, ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ അദ്ദേഹം എടുത്തിട്ടും ബേലാക്കെ ഫൈഫീദ് ചെഹരെ, ബേലയുടെ ഭയം കൊണ്ട് നിറഞ്ഞ, അതായത് കുട്ടി അങ്ങ് ഭയന്നുപോയി, ഭയം കൊണ്ട് നിറഞ്ഞ മുഖം, മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർ ഗയാ ഥാ, സാഹിലിന് വളരെയധികം ഭയം തോന്നി. കാരണം ആ കുട്ടി അങ്ങയുടെ മുഖം അത്രയ്ക്ക് പേടിച്ച് ആണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ കുട്ടി തെറ്റ് ചെയ്യാതെയാണ് അദ്ദേഹം പിടിച്ചത്, അതറിഞ്ഞപ്പോൾ അദ്ദേഹം കൈവിട്ടു. എങ്കിൽ പോലും കുട്ടി എന്ത് ചെയ്തു, ഭയന്ന് നിൽക്കുകയാണ്. ഉസ്നെ ദേഖാക്കി ബേലാക്കെ പാവ് അഭീഫി കാമ്പ് രഹേ ഹെ, ഉസ്നെ ദേഖാക്കി, കിസ്നെ, സാഹിലിനെ ദേഖാക്കി, സാഹിൽ കണ്ടു. എന്താ കണ്ടത്, കി എന്ന് വച്ചാൽ എന്തെന്നാൽ, കണ്ടത് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സാഹിലിനെ ദേക്കാക്കി, സാഹിൽ കണ്ടു. എന്താണ് കണ്ടത്, ബേലാക്കെ പാവ്, ബേലയുടെ കാലുകൾ, അഫീഫി കാമ്പ് രഹേ, ഇപ്പോഴും ബേലയുടെ കാലുകൾ എന്ത് ചെയ്യുകയാണ് മക്കളെ, അങ്ങ് വിറയ്ക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ ഭയം മാറിയിട്ടില്ല. കുട്ടി അപ്പോഴും മുഖത്ത് മാത്രമല്ല ഭയം, പേടി കൊണ്ട് കുട്ടിയുടെ കാലുകൾ വിറയ്ക്കുകയാണ്. നിങ്ങൾക്കും അങ്ങനെയാണല്ലേ, ഭയം വരുമ്പോൾ കൊച്ചുകുട്ടി നിങ്ങൾക്ക് എങ്ങനെയാണോ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ബേലയുടെയും കാര്യം. ജൈസെ വ ഖടേ ഖടേ അഭി ഗിർ ജായേഗി, ജൈസെ എങ്ങനെയാണ്, വോ അവൾ, ഖടേ നിൽക്കുകയാണ്, കുട്ടി അങ്ങനെ നിന്നുകൊണ്ട്, അഭി ഗിർ ജായേഗി, അതായത് വിറയ്ക്കുന്ന കണ്ടാൽ നമുക്ക് എന്താണ് തോന്നുന്നത്, നിൽക്കുന്ന കുട്ടി ഇപ്പോൾ വീഴുമെന്ന്, അഭി ഗിർ ജായേഗി ഇപ്പോൾ വീണ് പോകും എന്ന് നമുക്ക് തോന്നും. അപ്പം നിന്ന് വിറയ്ക്കുന്ന ആ വിറയൽ കണ്ടു കഴിഞ്ഞാൽ നിൽക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു, ഇപ്പം തന്നെ വീഴും എന്ന് നമുക്ക് തോന്നും. सुरेंद्र जी मैसा ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പോൾ സുരേന്ദ്രജി അദ്ദേഹം അധ്യാപകൻ എന്ത് ചെയ്തു, കോപ്പി ബുക്ക് ആ വർക്ക് ബുക്ക് എന്ത് ചെയ്തു, ഉസ്കെ ബൈഠ്നെ കി ജഗഹ് പർ, കിസ്കെ ബേല ഇരിക്കുന്ന സീറ്റിലേക്ക് ഫേങ്കത്തെ ഹുയെ വലിച്ചെറിഞ്ഞു. അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അയാളുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് പോലും കുട്ടിയുടെ ബുക്ക് അദ്ദേഹം എന്ത് ചെയ്തു, കുട്ടി ഇരിക്കുന്ന സീറ്റിലേക്ക് വലിച്ച് ഫേങ്കിനായി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്, ബൈറ്റ് അപ്പിനി ജഗഹ് പർ, ഇരിക്ക് നിന്റെ സീറ്റിൽ എന്ന് കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ക്രൂരനായ ഒരു അധ്യാപകനെയാണ് സുരേന്ദർജിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ടീച്ചറിൻ്റെ ഒപ്പം ഒന്ന് വായിക്കൂ. सुरेंद्र जी माँ साहब इसी पीरियड में कॉपी जांचते थे, जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या चापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था.
एक दिन सुरेंद्र जी मासाब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं। उन्होंने बेला को छोड़ दिया। बेला के सफेद चेहरे को देखकर साहिल बुरी तरह डर गया था। उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वो खड़े खड़े अभी गिर जाएगी। सुरेंद्र जी मासाब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर। आगे देखिए बच्चों। बेला का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ്, ബേലയുടെ ഇത് ഇത്രയും ആയപ്പോഴേക്കും ബേലയുടെ മനസ്സിലേക്ക് ഇനി പോവുകയാണ് കഥാകാരൻ, നമ്മുടെ കഹാനിക്കാർ. ബേലാക്കെ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് ആകെ ട്രബിളിലായി, ആകെ എന്താ പറയുക, നമുക്ക് പെട്ടെന്നൊരു ഇത് സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയം ഒരു ഷെയിം തോന്നൂലേ, അത് തന്നെയാണ് ബേലയ്ക്ക് ഇപ്പോൾ തോന്നുന്നത്. ആകെ അവൾക്കൊരു നാണക്കേടായി. മസാബ് ചാഹെ മുച്ചെ പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമിനെ നഹി. അവളുടെ മനസ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാസാബ് ചാഹേത്ത്, മാസാബിന് എന്നെ ആഗ്രഹമുണ്ടെങ്കിൽ മുച്ചെ എന്നെ തല്ലാം, പീഡിന തല്ലുക, എന്നെ തല്ലാം, മഗർ ബട്ട് എന്നാൽ സാഹിൽ കെ സാമിനെ നഹി, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് എന്നെ തല്ലണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ മനസ്സ്. അപ്പം സാഹിലിൻ്റെ മുന്നിൽ വച്ച് അവൾക്ക് തല്ലുകൊണ്ടത് അവൾക്ക് എന്താണ് വളരെയധികം വിഷമമുണ്ട്, അവളുടെ മനസ്സിനെ അത് വളരെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. वो അവൾക്ക് സാഹിൽ കെ സാമനെ, സാഹിലിൻ്റെ മുൻപിൽ ഖുദുക്കോ, ഖുദു മാനെ സ്വയം, അത് അവൾക്ക് സ്വയം, ഷർമിന്ദ, ഷർമിന്ദ ഷെയിം, മഹസൂസ് കർ രഹി തി അനുഭവപ്പെട്ടു. അതായത് അവൾക്ക് നമ്മുടെ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ടാക്കി. അതാണ് ഇവിടെ കഹാനികാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ക്യോങ്കി വോ ജാൻതി തി, അതിന് കാരണമുണ്ട്. അതെന്താണ് മക്കളെ? ക്യോങ്കി, അതിന് കാരണം. വോ ജാൻതി തി, വോ ജാൻതി തി മനെ ബേല ജാൻതി തി, ബേലയ്ക്ക് അറിയാം. കീ, അവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ചിഹ്നം, കീ, എന്താണ് അറിയാമെന്നുള്ളത് എന്നുള്ളതാണ് ഇനി പറയാൻ. എന്നാൽ വോ സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ, വഹ് ബേല, ബേല സാഹിൽ കി നസർ മേ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ, സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ബഹുത് അച്ചി ഹെ. അപ്പോൾ സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ബേല എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പെൺകുട്ടിയാണ് എന്ന് ബേലയ്ക്കറിയാം. അപ്പോൾ ആ ഒരു നല്ല പെൺകുട്ടിയായ അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ശരിക്കും അവൾ അവൻ്റെ മുമ്പിൽ വളരെയധികം വിഷമം അവൾക്കുണ്ട്. അവൻ്റെ മുമ്പിൽ വെച്ച് സംഭവിച്ചത് അവൾക്ക് അത്രത്തോളം പ്രയാസമുണ്ടായി. അവളുടെ ആ ഒരു മുഖം മാറിപ്പോയോ എന്ന് പോലും കുട്ടി ചിന്തിച്ചു പോയി. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. ജബ് വഹ്, എപ്പോഴാണോ അവൾ, ഉസ്കെ പാസ്, കിസ്കെ പാസ്, സാഹിൽ കെ പാസ്, സാഹിലിൻ്റെ അടുത്ത്, ആക്കർ വന്നിട്ട്, ബൈഠി ഇരുന്നപ്പോൾ, ഉസ്സെ നസർ നഹി മിലാ പായി, ഉസ്സെ കിസ്സെ സാഹിൽ സെ, സാഹിലിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായില്ല. കാരണം അത്രയ്ക്ക് അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. അവൾക്ക് അത്രത്തോളം വിഷമം തോന്നി. സാഹിലിൻ്റെ മുന്നിൽ വെച്ച് അധ്യാപകൻ ശിക്ഷിച്ചത് ആ കൊച്ചുകുട്ടിയിൽ ഒരുപാട് മുറിപ്പാടുണ്ടാക്കി എന്നാണ് നമ്മുടെ കഹാനിക്കാർ പറയുന്നത്. അപ്പോൾ ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ അത് വന്നിട്ടുണ്ട് കേട്ടോ. ജബ് ബഹു ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യോം. ആ ഒരു സന്ദർഭത്തിലും കുട്ടിയുടെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മനസ്സ് നിങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു എന്ന് ടീച്ചർ ചിന്തിക്കുന്നു. അപ്പോൾ നമുക്കൊന്നൊത്ത് വായിക്കാം. बेला का मन बहुत खराब हो गया. मैट साहब चाहे मुझे पीट लेते, मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी, उससे नज़र नहीं मिला पाई. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക,
നന്നായിട്ട് അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം 3 ടൈംസ് റീഡ് ചെയ്ത് മിടുക്കരായിരിക്കുക. അപ്പോൾ ടീച്ചർ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും എത്തും. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് എത്തിയ ഏതെങ്കിലും മക്കൾ ക്ലാസ്സിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബെച്ചോ ധന്യവാദ്.